പാൽ നരമ്പ് രണ്ട് സൈഡ് നല്ല എത്ര 2.5 ഇഞ്ച് ഘനമുള്ള പാൽ നരമ്പുണ്ട്. നല്ല നീണ്ട് കറവ കിട്ടുന്ന പശു 7 മാസം 8 മാസം വരെ കറക്കണ പയ്യാണ്. നല്ല വലിയ പയ്യട്ട ഒരു സെക്കൻഡ് ലാക്ടേഷൻ പയ്യാണ്. നല്ല ഇറച്ചി ഗണം കൂടുതലുള്ള നല്ല വലുപ്പത്തിലുള്ള പയ്യാണ്. നല്ല ഏതുമായിട്ടുള്ള കാമ്പാണ്. മെഷീന് കറവയ്ക്കും ബെസ്റ്റ്, കൈ കറവിന് ബെസ്റ്റ്. ഇങ്ങനെ കൈനെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുരുങ്ങി കളഞ്ഞ കണ്ടാ ചുരുങ്ങിപ്പോയി. നല്ല കാമ്പിലെ മുഴുവതും പാൽ നരമ്പുകളാണ്. ഇതൊക്കെ വന്നിട്ട് നരമ്പുകളാണ്. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ഇങ്ങനെ നരമ്പുള്ള സാധനം എടുക്കും. കണ്ണിപ്പേരിൽ നരമ്പ് കാണാൻ പറ്റില്ല, പക്ഷെ വന്ന് അകട് കാണാം. നല്ല പശുക്കൾക്ക് എപ്പോ അകട് നോക്കിയാണ് എടുക്കണം. ഈ മൂട്ടുണ്ടല്ലോ, മൂട്ട് ഇതിനെ മേലോട്ട് അകട് വേണം. അപ്പൊ മെഷീൻ വെച്ച് കറക്കുമ്പോൾ ഏത് പ്രശ്നം ഉണ്ടായാലും ആര് വേണമെങ്കിലും കറക്കാം. നമ്മളൊരു പാത്രം വെച്ച് കറക്കണമെങ്കിൽ അതുക്കുള്ള സ്ഥലം വേണം. പിന്നെ ഇതുപോലെ തൊങ്കും മടി ഉണ്ടെങ്കിൽ കറക്കാൻ പറ്റില്ല. പ്രായം കൂടിപ്പോയ പശുക്കൾക്ക് 4 പേര് 5 പേര് ആയ പശുക്കൾക്ക് മാത്രം അങ്ങനെ ഈ പാല് വന്നിട്ട് ഈ മടിയുള്ളത് താഴത്തിലിറങ്ങും. കാണുന്നത് മുഴുവൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിനാണ് ഈ റേറ്റ് പറഞ്ഞത് നിങ്ങൾ 60,000 മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് അല്ലേ? ശരി ശരി. ഇപ്പൊ വന്നിട്ട് എന്റെ അടുത്തുള്ള പശു എടുക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് മേടിച്ചു തരാം. വലിച്ചെലവ് ഇല്ലാതെ പശുവിനെ ഇറക്കി തരാം. ഹലോ ഫ്രണ്ട്സ്, ഫാമോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പാലക്കാട് ബോർഡറിനടുത്തുള്ള വിഘ്നേഷ് ചേട്ടന്റെ ഒരു വീഡിയോ ആണ്. ഇദ്ദേഹം ഒരു പശു ബ്രോക്കറാണ്. ഇദ്ദേഹം ഒട്ടനവധി വർഷങ്ങളായിട്ട് കേരളത്തിലെ കർഷകരിലേക്ക് പശുക്കളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഒട്ടനവധി പശുക്കൾ വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം വില നിലവാരവും അതിന്റെ എല്ലാം ഡീറ്റെയിൽസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്കീമുകാർക്ക് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ഇദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റു കർഷകരിലേക്ക് കൂടിയിട്ടും മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ കൂടുതൽ ഈ വീഡിയോനെ കുറിച്ച് പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നല്ല വലുപ്പത്തിലുള്ള പയ്യ്, നല്ല കാമ്പ്, പാൽ നരമ്പ് നല്ല രീതിയിലുള്ള പയ്യാണ്. പശു നല്ല ആരോഗ്യമുണ്ട്. നല്ല വലുപ്പത്തിലുള്ള പശു, വലുപ്പത്തിലുള്ള വയ്യ നല്ല. ഇതുപോലത്തെ മോഴ പശുക്കൾ ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട്. ഇതുപോലുള്ള പശുക്കൾ നിങ്ങളുടെ ഉണ്ടാവും? കുറെ ഉണ്ട്, ഇപ്പൊ കുറെ പറഞ്ഞിട്ടുണ്ട്. കുറെ പശുക്കളുണ്ട് ഇവിടെ. കൃഷിക്കാരുടെ അടുത്ത് നിന്ന് കുറെ പശുക്കൾ കൊടുക്കാനുണ്ട്. ശരി ശരി. അപ്പൊ ഇതുപോലുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ രണ്ടാമത്തെ പ്രസവമാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രസവം. പല്ല് വന്നിട്ട് 4 പല്ല് പ്രായം. പ്രസവിച്ച പശുവല്ലത്? പ്രസവിച്ചത്. ഇത് അപ്പൊ നമുക്ക് കറന്ന് നോക്കി എടുക്കാൻ പറ്റും? കറന്ന് നോക്കി എടുക്കാം. നല്ല വലിയ കാമ്പാണ്. നല്ല സ്റ്റാറിന് പോലെ ഉള്ള കാമ്പാണ്. നല്ല ഒരുമിച്ച കാമ്പ്, 4 കാമ്പ്. നല്ല ഇങ്ങനെ കൈനെ പിടിക്കുന്ന രീതിയിലുള്ള പയ്യാണ്. പാൽ നരമ്പ് രണ്ട് സൈഡ് നല്ല എത്ര 2.5 ഇഞ്ച് ഘനമുള്ള പാൽ നരമ്പുണ്ട്. നല്ല നീണ്ട് കറവ കിട്ടുന്ന പശു 7 മാസം 8 മാസം വരെ കറക്കണ പയ്യാണ്. വിഘ്നേഷ് ചേട്ടാ, എന്താണ് ഇവിടെ ഒരുപാട് പശുക്കളുണ്ടല്ലോ? ഫാമുക്ക് പറ്റിയ വലിയ വലിയ പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഒക്കെ HF പശുക്കളാണ് അല്ലേ? മുഴുവൻ HF ആട്ടാ ഇവിടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതലുള്ള. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശുക്കളാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ്? ഫാമിലേക്ക് പറ്റിയതാണോ? ഇപ്പൊ ഫാമിലേക്ക് പറ്റിയ പശു 20 ലിറ്ററിന് മേലോട്ട് ഒരു 25 ലിറ്ററിന് അകത്ത് ഇറക്കുന്ന പശുക്കളാണ് ഇവിടെ. അങ്ങനത്തെ ആവശ്യക്കാർക്ക് പറ്റിയുള്ള പശുവാണ്. അതായത് 20 ലിറ്ററിന് അടുത്തുള്ള പാല് കിട്ടുന്ന പശുക്കളും 20 ലിറ്ററിന് മുകളിലുള്ള പാല് ആവശ്യമുള്ള ആൾക്കാർക്ക് പറ്റിയ പശുക്കളാണ്. ശരി ശരി. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ വില നിലവാരങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര രൂപ മുതൽ തുടങ്ങുന്നത് നിങ്ങളുടെ കയ്യിൽ? ഇവിടെ വന്നിട്ട് 60,000 മുതൽ 85,000 അകത്തുള്ള പശുക്കൾ, കൊമ്പ് പൈകള്. ശരി ശരി. മുട്ടപ്പൈകൾ ഒരു 5,000 10,000 മുന്ന പിന്നെ കയറി വരും. ശരി ശരി. അപ്പൊ നമുക്ക് ഇതിനൊക്കെ എല്ലാത്തിനും ഒരു 20 ലിറ്ററിന്റെ അടുത്ത് കിട്ടും പാല്? 100% കിട്ടും. 20 ലിറ്ററിന് മുകളിലുള്ളതും ഉണ്ട് അല്ലേ? മുകളിലുള്ളതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് വിലകളാവും. ശരി ശരി. സ്കീമുകാർക്ക് പറ്റിയിട്ടുള്ള പശുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? സ്കീമുകാർക്ക് പറ്റിയ പശുക്കൾ നമ്മുടെ അടുത്തുണ്ട്. അതിനുള്ളതുണ്ട്. ഇങ്ങനെ ഇതിന്റെ നമുക്കൊരു 10 15 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിലക്കുറവാക്കിട്ട് എടുത്ത് കൊടുക്കും? വിലക്കുറവായിട്ട് മാനേജ്മെന്റ് ബാർഗിൻ ചെയ്ത് മേടിച്ചത്. ബാർഗിൻ ചെയ്തിട്ട് കൊടുക്കും അല്ലേ? നമ്മളെ കഴുത്തിന് അളവൊക്കെയുള്ള പയ്യാണ്. അതെ 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 അതെ. നല്ല ഇത് ഒരു രണ്ടാമത്തെ ലാക്ടേഷൻ പയ്യാണ്. ശരി ശരി. കണ്ടാ നല്ല സുഭാഗം കണ്ടാ? അതെ. പൊളിക്കുന്ന സുഭാഗം, കുത്തുന്ന സുഭാഗം ഇല്ല, ഒന്നുമില്ല അല്ലെ? ഒന്നുമില്ല. ഇത് കന്നി പേരിൽ വന്നിട്ട് 20 ലിറ്റർ കറന്നിട്ടുണ്ട്. ഈ പേരിന് ഒരു 25 ലിറ്റർ നോക്കുന്ന രീതിയിലുള്ള പയ്യ. നല്ല പാല് വരാനുണ്ട് അല്ലെ? നല്ല പാല് വരും. പക്ഷെ പശു ചെനപ്രായത്തിലുണ്ട്. ചേട്ടാ, ഇത് ഒരു സെക്കൻഡ് ലാക്ടേഷൻ. നല്ല വലിയ പയ്യ. ഈ പേരിൽ വന്നിട്ട് ഒരു 24 ലിറ്റർ പ്രദർശിക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞാൽ കണ്ട 4 കാമ്പ് നോക്കിയാൽ നല്ല നക്ഷത്രത്തിനെ പോലുള്ള കാമ്പ്. 4 കാമ്പ് കണ്ട? ഇതൊക്കെ വന്നിട്ട് ജൊറവെന്ന് പറയും ഇവിടെ. ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് കറക്ക നല്ല ഏതുമായിട്ടുള്ള കാമ്പാണ്. മെഷീന് കറവയ്ക്കും ബെസ്റ്റ്, കൈ കറവിന് ബെസ്റ്റ്. ഇങ്ങനെ കൈനെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുരുങ്ങി കളഞ്ഞ കണ്ട ചുരുങ്ങിപ്പോയി. നല്ല കാമ്പിലെ മുഴുവതും പാൽ നരമ്പുകളാണ്. ഇതൊക്കെ വന്നിട്ട് നരമ്പുകളാണ്.
സെക്കൻഡ് ഇതൊക്കെ നോക്കിയിട്ടാണ് വിഘ്നേഷ് എടുത്തത്. നമ്മൾ ഇതൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ഇങ്ങനെ നരമ്പുള്ള സാധനം എടുക്കും. കണ്ണിപ്പേരിൽ നരമ്പ് കാണാൻ പറ്റില്ല, പക്ഷെ ഒന്ന് അകട് കാണാം. പ്രശ്നം ഇല്ലാതെ പശു വന്നിട്ട് ഇപ്പൊ ഒരു പശു പ്രസവിക്കുന്ന രീതിയിലുള്ള പശുവൊക്കെ ഈ ഇതില്ല ബാക്ക് സൈഡ്, അതെ, ഈ ബാക്ക് സൈഡ് തൊടഭാഗത്ത് വന്നിട്ട് നല്ല വലുപ്പം വേണം. അപ്പൊ തന്നെ വന്നിട്ട് ആരോഗ്യമായിട്ട് പശു പ്രസവിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് വിഘ്നേഷ് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ നോക്കി തന്നെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരുപാട് സ്കീമിന് ഇപ്പൊ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, TRP വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ റെഡിയാക്കി നമ്മളുടെ ബില്ല് അടക്കം ചെയ്ത് അവർക്ക് വന്നിട്ട് ട്രിപ്പ് സീറ്റ് അടക്കം ചെയ്ത് വണ്ടി പിടിച്ച് കയറ്റി അവിടെ സ്പോട്ടിൽ എത്തിച്ചു തരുന്നുണ്ട്. സേഫ്റ്റി എത്തിച്ചു കൊടുക്കുന്നവരെ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ ഇതാണ് അല്ലെ. ഇപ്പൊ ഈ സമയത്തിൽ പറഞ്ഞത് ഒരു സ്കീം പോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കീം ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ വന്നാൽ പശു എടുക്കും, ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിക്കും, വളിച്ചെലവ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പൊ വന്ന് എന്റെ അടുത്തുള്ള പശു എടുക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് മേടിച്ചു തരാം. വളിച്ചെലവ് ഇല്ലാതെ പശുവിനെ ഇറക്കി തരാം. വളിച്ചെലവ് എന്ന് പറഞ്ഞാൽ ഈ വളിയിലുള്ള പോലീസുകാർക്ക് കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ച് ചെയ്തു തരാൻ പറ്റും. വണ്ടി വാടക മാത്രം കൊടുത്താൽ മതി. വണ്ടി വാടക മാത്രം കൊടുത്താൽ മതി. വണ്ടി വാടക ടോൾ ഗേറ്റ് ഉണ്ടെങ്കിൽ ടോൾ ഗേറ്റ് പൈസ മാത്രം കൊടുത്താൽ മതി അല്ലേ. ബാക്കിയെല്ലാം നിങ്ങളുടെ ചെലവിൽ, നമ്മളുടെ ചെലവിൽ നമ്മൾ റെഡിയാക്കി തരാം. അപ്പൊ ഇവിടെ ഒട്ടനവധി പശുക്കളുണ്ട്. ഇതൊക്കെ നമുക്ക് 20 ലിറ്ററിന് മുകളിൽ കിട്ടുന്ന മുകളിൽ കിട്ടുന്ന പൈസ. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് റേഞ്ചുകൾ വരുന്നത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ശരാശരി വന്നിട്ട് ഒരു ചെറിയ പശു ഒരു 60,000 സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഒരു വെൽപ്പും അത്യാവശ്യം ഹൈറ്റ് വെയിറ്റ് ഉള്ള വയ്യ വന്നിട്ട് 1 ലക്ഷം വരെ പോകുന്ന പശുക്കളുണ്ട്. നമ്മളിവിടെ ഒരു 85 വരെ മാണിയമായിട്ട് എടുത്ത് കൊടുത്തു. 1 ലക്ഷം പറയുന്ന പശുവിനൊക്കെ നിങ്ങൾ 85,000 അങ്ങനെ എടുത്ത് കൊടുക്കും. ഏറ്റവും ടോപ്പ് പശു 85,000 ഇവിടെ ഉള്ളത്. 85,000 ടോപ്പ് വില. ശരി ശരി. ഇപ്പൊ ഈ സ്കീം അനുസരിച്ച് കുറെ പശുക്കൾ കുറച്ച് വില കുറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് അടുത്ത കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വില പറയാത്തത് അല്ലേ. നമ്മളൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കസ്റ്റമർക്ക് ആ വിലക്ക് നമുക്ക് വേറെ ബ്രോക്കർക്ക് എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വില പറയുന്നില്ല അല്ലെ. അതുകൊണ്ടാണ് 60,000 രൂപ മുതൽ നമുക്ക് പശുക്കൾ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ഈ 60,000 രൂപ പറയുമ്പോൾ എത്ര ലിറ്റർ പാല് നമ്മൾ പറയുന്നത്? ഇവിടെ 60,000 പറഞ്ഞാൽ 15 to 17 ലിറ്റർ കറക്കണ വയ്യ ഒരു 60-65 പറയണ്ടേ. എങ്ങനെ പറഞ്ഞാൽ സ്കീം ആൾക്കാർ കുറെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പൊ സാധാരണ 50-55 പശു ഇല്ലേ? പശു ഉണ്ട്, പക്ഷെ വന്നിട്ട് അതൊരു 12 മുതൽ ഒരു 14 ലിറ്റർ വരെ മാത്രം കറക്കണുള്ളൂ. അതായത് നിങ്ങൾ പറയുന്നത് 15 മുകളിലുള്ള പശുക്കളാണ് പറയുന്നത്. 15 ലിറ്ററിന് മുകളിൽ കിട്ടുന്ന പശു, അതായത് 2 നേരം കൂടിയിട്ട് 15 ലിറ്ററിന് മുകളിൽ കിട്ടുന്ന പശുവാണ് 60,000 മുകളിൽ പറയുന്നത് അല്ലേ. ശരി ശരി ശരി. അപ്പൊ അങ്ങനെയുള്ള പശുക്കളാണ് ഇപ്പൊ ഈ ഫാമിലുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. വിഘ്നേഷ് ചേട്ടാ, നമ്മൾ ഇപ്പോ കണ്ടത് മുഴുവൻ 60,000 രൂപ മുകളിലും 60,000 രൂപയ്ക്കുള്ള പശുക്കളാണ്. അപ്പൊ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള പശു ഉണ്ടോ? 50,000, 6,000 പശുക്കളുണ്ട്. ഏതാണ്? ഇതാണോ ഇതുപോലെ പശുക്കൾ? ഈ പശു ഇപ്പൊ ഇതുപോലെ പശുക്കളും പിന്നെ അപ്പുറത്തുള്ള പശുക്കളൊക്കെ 50,000 മേടിക്കുന്ന രീതിയിൽ പൈസ. അപ്പൊ ഇതിന്റെ കാര്യം എങ്ങനെയാണ് ചേട്ടാ? ഇത് വന്നിട്ട് കന്നിപ്പേര് പറഞ്ഞാൽ 2 നേരം ഒരു 12-13 ലിറ്റർ പാല് കിട്ടുന്ന രീതിയിലുള്ള വഴി. പക്ഷെ അവര് നന്നായിട്ട് വെള്ളത്തിന്റെ കൂടെ കൂടുതൽ കിട്ടും. പക്ഷെ വന്നിട്ട് നമ്മൾ ഒരു മാന്യമായിട്ടുള്ള കറവ് പറയണം. ഇപ്പൊ വന്നിട്ട് 12 ലിറ്റർ കിട്ടുന്ന പയ്യനെ 17 ലിറ്റർ 20 ലിറ്റർ പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പറ്റില്ല. നമ്മൾ വന്നിട്ട് ഒരു മാന്യമായിട്ടുള്ള ഇത് കറവുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് നമ്മൾ 13 പറയുമ്പോൾ രണ്ടാമത്തെ കൂടുമല്ലോ. രണ്ടാമത്തെ പേരിൽ 2 ലിറ്റർ കൂടും. 2 ലിറ്റർ പക്ഷെ 4 ലിറ്റർ 5 ലിറ്റർ കൂടുന്നു പറഞ്ഞ് വെറുതെ പറയാൻ പറ്റില്ല. അത് പറ്റില്ല. 2 ലിറ്റർ ഒക്കെ കൂടുന്നില്ലേ? രണ്ടാമത്തെ പ്രസവം ഒരു 10-15 ലിറ്ററിന്റെ അടുത്ത് വരില്ലേ? തീർച്ചയായിട്ടും വരും. ശരി ശരി. അപ്പൊ നമുക്ക് 50-55 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. ഇതുപോലെ പശുക്കൾ കുറേ ഉണ്ട്, കുറെ സ്ഥലത്തിലും ഉണ്ട്. നമ്മൾ 50-55 ഒരു സാധാരണപ്പെട്ട ഫാമിലി നമ്മളെടുത്ത് നോക്കി വരണമെങ്കിൽ അവർക്ക് ചെയ്തു തരാൻ പറ്റും. വണ്ടിക്കൂലിയാണ് ഇവിടുത്തെ പ്രശ്നം. 30 ആൾക്കാർ വന്ന് നോക്കി പറഞ്ഞത്, എടാ നിന്റെ അടുത്ത് വന്നാൽ വണ്ടിക്കൂലി കൂടുതൽ, വളിച്ചെലവ് കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതുക്കുള്ള പ്രതി ഉപകാരം എന്ന് പറഞ്ഞാൽ വളിച്ചെലവ് ഇല്ലാതെ ചെയ്തുതരാം, പക്ഷെ വണ്ടിക്കൂലി കുറച്ച് ചെയ്തു തരാൻ പറ്റില്ല. ഈ പശുവിനെ മേലോട്ട് 10,000 കയറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അത് അങ്ങനെ ഇല്ല. നമ്മൾക്ക് 10,000-15,000 ഒക്കെ വേണ്ട. നമ്മൾക്ക് മാന്യമായിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പശു മേടിച്ചാൽ നിങ്ങളുടെ കയ്യിൽ 1000 കിട്ടും. ഇവിടുത്തെ കയ്യില് 1000, 1500, 2000 വരെ കിട്ടും. നമ്മൾക്ക് അത് മതി. ആ രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്തു പോയാൽ പ്രശ്നമില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇവർ ഓൾ കേരള ഡെലിവറി എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം. അതുവരെ ഷോപ്പ് ഡ്രൈ.